ജാതി കണക്കെടുപ്പിനെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് സെൻസസ് എന്ന് ആരംഭിക്കുമെന്നും എപ്പോൾ പൂർത്തിയാക്കുമെന്നും വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റിൽ ജാതി ആശയം ഉയർത്തിയപ്പോൾ മോദി അംഗീകരിച്ചില്ല. ആദ്യം എതിർത്ത കേന്ദ്രം നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ജാതി സെൻസസിലൂടെ പുതിയ വികസന മാതൃകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഭരണഘടന ഉയർത്തുന്ന ജാതി സെൻസസ് ആണ് കോൺഗ്രസ് കാഴ്ചപ്പാടെന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ജാതി സെൻസസിന്റെ കോൺഗ്രസ് മോഡൽ ആയിരുന്നു തെലുങ്കാന. ജാതി സെൻസസിന്റെ അനിവാര്യത താഴേക്കിടയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തു. ജാതി സെൻസസ് നടപ്പാക്കിയ മാതൃ സംസ്ഥാനം തെലങ്കാനയാണ്. ദളിതർക്കും ആദിവാസികൾക്കും പ്രത്യേക പരിഗണന ഉണ്ടാവണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് നിരന്തരം അവഗണിച്ചിരുന്നു അത്രേ. ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ ശാസ്ത്രത്തെക്കുറിച്ചുള്ള സുപ്രധാന ഡാറ്റ ശേഖരിക്കുന്നതിനെ സജീവമായി തടസ്സപ്പെടുത്തി. അവസാനമായി സമഗ്രമായ ജാതി ഡാറ്റ ശേഖരിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1941 സെൻസസിൽ ജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തടസ്സങ്ങൾ കാരണം അത് ഒരിക്കലും പുറത്തുവിട്ടില്ല. 1951 രാജ്യം ആദ്യത്തെ സെൻസസ് നടത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ജാതി കണക്കെടുപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ നിർണായക വിഷയത്തിൽ പതിറ്റാണ്ടുകളായി നിഷ്ക്രിയത്വത്തിന് കളമൊരുക്കിയ തീരുമാനമായിരുന്നു ഇത്. ലോജിസ്റ്റിക് ബുദ്ധിമുട്ടുകൾ മൂലമല്ല, മറിച്ച് മനഃപൂർവമായ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പായിരുന്നു. വിഭവങ്ങളുടെയും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെയും അവകാശം ഉറപ്പാക്കാൻ ജാതി അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന OBC-കളെ പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക പാർട്ടികളുടെ ആഹ്വാനങ്ങൾ കോൺഗ്രസ് അവഗണിച്ചു. ഈ അനീതി പരിഹരിക്കാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് നിരന്തരം നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും പിന്തുണയും ലഭിക്കുന്നത് തടയുന്നതിനായി പാർട്ടി വീണ്ടും നിലവിലെ സ്ഥിതി നിലനിർത്താൻ തീരുമാനിച്ചു. 2010 ദശവത്സര സെൻസസ് അടുക്കുമ്പോൾ നിയമമന്ത്രി M വീരപ്പ മൊയ്ലി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് 2011 സെൻസസിൽ ജാതി ഡാറ്റ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും ലോജിസ്റ്റിക് വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയും ചിലപ്പോഴൊക്കെ ജാതി കണക്കെടുപ്പിന്റെ പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിച്ചും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ അഭ്യർത്ഥന നിരസിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്.